മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ നാട്ടിലുള്ള കുറച്ച് വീഡിയോവും നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോണതും പിന്നെ കർണാടകയിൽ ഇവർ റൂമിലെത്തിയാണ്ടുള്ള 2-3 ചലഞ്ച് കഴിക്കാണ്ട് 3 സെക്ഷൻ ആയിട്ട് വരുന്ന ഒരു വീഡിയോ കേട്ടോ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടിട്ട് വരിക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കണൊക്കെ അമർത്തണം കേട്ടോ. അപ്പൊ ഇനിയും അവ വരെ നമ്മൾ നടക്ക പോണേ. എങ്ങോട്ടാ പോണേ? മൂന്നാർക്കല്ല. ഞങ്ങള് മഴയതപ്പോ വെറുതെ ഒരു മുബാരിക്ക് ചിറാപ്പുഞ്ചി എടുക്കണം. ഞാൻ ട്രെൻഡ് ഔട്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ മുബാരിക്ക് ചിറാപ്പുഞ്ചി എടുക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് ഞാൻ കൊടുന്നാട്ടോ. വിഷ്വൽ ബ്യൂട്ടി അല്ലേ മഴയത. പിന്നെ നമ്മളെ നാടാണെങ്കിലും ഒക്കെ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. ഏതാ സ്ഥലം എന്ന് അറിയാം? ഇവിടെ നല്ല താമരകൾ വിരിയുന്ന സ്ഥലം കേട്ടോ. ഇപ്പൊ താമരൊക്കെ മുട്ടിട്ട് വരുന്നുള്ളൂ. ഈ പാടം ഫുള്ള് ഇങ്ങനെ പോകുമ്പോ നല്ല രസാട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു ആറമ്പർ ഉണ്ട്, അവിടെ പോകട്ടോ. അവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടോ, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി പോകും. ചടക്ക് പാലൊക്കെ ഉണ്ടോ? ഇവിടെ മീൻ ഉണ്ടോ? ഇല്ല, മീൻ പിടിച്ചോലൊക്കെ മീൻ കിട്ടുന്നുണ്ടോന്നാവോ? ഇവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരിതാ. പുതിയാപ്പിള പോരെ? പെണ്ണല്ല, ആണാണ്. ആയിരത്തി 150 250 ആണോ? 150 ഇനി വേണം. നിങ്ങൾക്ക് വേണേ? കഴിയില്ല. ഇല്ലല്ലോ, അവിടെ കാര്യമില്ല. എനിക്ക് വേണേ 1250 എന്നാ പൈസ. നമ്മളിപ്പോ ഇവിടെ ലേലംപുളി ഇതായി കണ്ടിട്ടോ. നല്ല രസമായിട്ട് ലേലംപുളിയൊക്കെ കാണാന്. ഇപ്പൊ കടല് കാരണം ഭയങ്കര വെള്ളം കയറി എടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ മീൻ പിടിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയാൽ കമ്പിയായിട്ട് വന്നത് കോയിലിതാടെ അച്ഛന്മാര് പരുന്തിനൊരു കൈയും കണക്കില്ല. അത്രത്തോളം പരുന്തുണ്ട് ഇവിടെ. ലേലം വിളിക്ക് കാണാൻ നല്ല രസമാട്ടോ. ഇവിടെ പുതിയ എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കടലിൽ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതിങ്ങനെ കെട്ടി ഇങ്ങനെ പോയതാണ് ഇപ്പൊ. അപ്പൊ മക്കളെ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളിന്നൊരു ബിരിയാണി തിന്നാൻ പോകണം കേട്ടോ. ലോക്കൗൺ ബിരിയാണി അല്ലേ? അത്ര സെറ്റ് അല്ലേ? ഇവര് കുറെ ദിവസമായിട്ട് പറയണേ ഒരു വെറൈറ്റി ബിരിയാണി ഷോപ്പ് ഉണ്ട് ചെർമംഗലത്ത് അറിയണേ. അപ്പൊ അവിടെ പോയൊക്കെയാണ് ഇന്ന് പോണത്. ഇന്ന് കുറച്ച് ഫുഡ് അടി വീഡിയോസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് ദിവസമായിക്കാണ്ട് കുറച്ച് വരുന്ന വീഡിയോസ് ഒട്ടാകെ നമുക്ക് വ്ളോഗ് ആക്കി ചെയ്യാം. അതാണ് ഇപ്പൊ വിചാരിക്കണം കേട്ടോ. അപ്പൊ ചെർമംഗലത്ത് വയ്ക്കാണ്ട് ലഗോൺ ബിരിയാണി, ബീഫ് ബിരിയാണി എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഭയങ്കര ഇത് പറയുന്നു കേട്ടോ. മലപ്പുറത്ത് അതേപോലെ നല്ലൊരു ബിരിയാണി ഷോപ്പ് ഉണ്ട്. അവിടേക്ക് ഒരു ദിവസം വില നമ്മളായിട്ട് പോകും. അടുത്ത ബീഫ് ബിരിയാണി ഗംഭീരാണ്. ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യണതാണ്. ഇപ്പൊ 2-3 ഫുഡിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ പോയിക്കാണ്ട് എന്തായാലും ഫുഡ് കഴിക്കുന്നു കേട്ടോ. അതൊക്കെ കാണിച്ചു തരും ഉറപ്പായിട്ടും. ഈ ഫുഡിന്റെ വിഷയം പറയാനുള്ളത്, ഫുഡില് ബിരിയാണി ഏറ്റവും ടോപ്പ് ഫുഡ്. അതായത് ഏറ്റവും നന്നാക്കി ചെയ്യുകയാണെങ്കിൽ ബിരിയാണിന്റെ അത്ര ടേസ്റ്റുള്ള ഫുഡ് വേറെ ഉണ്ടാവില്ല എന്റെ അഭിപ്രായം. ബിരിയാണി കല്യാണ ബിരിയാണി എന്നാ പറയണത്. പക്ഷെ ഏറെ സ്ഥലത്ത് പോയാലും കല്യാണ ബിരിയാണിന്റെ ഒരു മട്ടം കിട്ടലില്ല. ഇവിടെ വലിയ കിട്ടുന്ന പറയണത്. പോയോക്കെ എന്തായാലും എന്റെ അഭിപ്രായം എന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരൊക്കെ. നമ്മള് ബിരിയാണി കട നടത്തിന് കിട്ടോ. ഈ പരിപ്പാടി നമ്മളെ ഈ തിരൂർ റോഡിനെ കേട്ടോ. തിരൂർ റോഡിന് കുറച്ചാണ് വന്നാൽ തന്നെ കട കാണാം. ഇതാണ് കട, ദം ബിരിയാണി സെന്റർ. അല്ലിമുട്ട് കേട്ടോ. അല്ലിമുട്ട് കല്യാണ ബിരിയാണിയാണ്. ഇതാണ് കട തിരൂർ റോഡിന്. മുബാരിസോയിൽ എത്തിയിട്ടില്ല, ബാക്കിലുണ്ട് ഇപ്പത്തും. ഇവിടെ അൺലിമിറ്റഡ് റൈസ് ആട്ടോ. അൺലിമിറ്റഡ്. അതുകൊണ്ട് വെള്ളം അധികം കുടിക്കണ്ട. അൺലിമിറ്റഡ് വെള്ളം കുടിക്കില്ല കേട്ടോ. ഒന്ന് വരെ അടി കേട്ടോ. അൺലിമിറ്റഡ് മുതലാണ്. അസർപ്പാണ് നമ്മളെ അസർപ്പിനാണ് നമ്മൾ അൺലിമിറ്റഡ് വന്നത്. അസർപ്പിന് കുറച്ച് പോകലടാ. ഇപ്പൊ എന്താ അറിയില്ല, എല്ലാരും കണ്ണ് വെച്ച് ഒക്കെ പോയിക്കണേ. അന്ന് ആര് കണ്ണ് വെച്ചാണ് എല്ലാരും. പല ടേസ്റ്റ് നമ്മൾ ഇനി ഫുഡ് വന്നിട്ട് വായിക്കും. ബിരിയാണി എത്ര വേണമെങ്കിൽ കിട്ടും കേട്ടോ. പീസ് അതിനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അൺലിമിറ്റഡ് റൈസ് ആക്കിയാൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. നമ്മളത് എത്തിയിട്ടോ. എന്താ പോയി പൊൻപുളി 28-ാം തീയതി തരാം.
കല്യാണ ബിരിയാണി കറക്റ്റ് കല്യാണ ബിരിയാണി രണ്ടീസല്ലേ പിന്നെ അല്ല ഒരിഞ്ചി ഞാൻ വിളിച്ച കാര്യം പറയട്ടെ 300 ഉണ്ട് എന്നിട്ടാ അപ്പൊ ഇനി കഴിച്ചിട്ട് വരാം അൺലിമിറ്റഡ് അല്ലേ ഇനിയിപ്പോ വ്ളോഗ് എടുത്താൽ ആകെ കുളവും പരിപാടിയാണ്. നമ്മള് സെക്കൻഡ് ട്രിപ്പ് ആയിക്കണ്. ഇപ്പൊ എല്ലാരും ഇപ്പൊ സെക്കൻഡ് ട്രിപ്പായി. നീ എത്ര ട്രിപ്പ് വരെ പോകുന്ന നമുക്ക് നോക്കാം. പക്ഷെ കായുള്ള സ്ഥലത്തല്ല മസാല നമ്മള് 3ാമത്തെ റൗണ്ട് എത്തിക്കണേ. എല്ലാരും 3ാമത്തെ റൗണ്ടാണ്. നമ്മൾ 4ാമത്തെ റൗണ്ട് വാങ്ങും. മസാല കോമ്പറ്റീഷൻ ഐറ്റാണ്. അതൊരു ഇന്ത്യൻ ചോറാണല്ലോ. അധികം പെയിന്റ് കളിക്കാവുന്നില്ല. അതല്ല ക്യാഷ് കൗണ്ടറിൽ നമ്മളെ നോക്കാൻ മക്കളെ പറയണോ ഈ മസാല വെറുതെ ഒഴിവാക്കാതിരിക്കാൻ ഇങ്ങനൊക്കെ മുതലാക്കാം. ഇങ്ങനൊക്കെ കൊടുത്ത ടൈം പാസ് ഇട്ടുണ്ടോ കഴിക്കുന്ന മനസ്സ് പറയട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. മനസ്സ് മാത്രമല്ല രണ്ടെല്ലോന്ന് അറിഞ്ഞില്ലേ. ആശി കൂടി വരുന്നേനി കോമഡി ആയിനി ഇവിടെ പരിപാടി. ആശിക്ക് ഞാൻ വിളിച്ചിക്കണേ അധികം സമയം ഉണ്ടാവില്ല. ആഴ്ചക്ക് അറിഞ്ഞിട്ടില്ല. ചെമ്പനോട് കൊണ്ടു വെച്ച് പ്രത്യേകിച്ച് കല്യാണ ബിരിയാണി. നിസാൻ നമ്മളെല്ലാരും കുറ്റം പറയുന്നത്. നിസാൻ എന്നാണ് ഈ സാധനം മൊത്തം ഇതൊറ്റക്ക്. അസലിൻ്റെത് ഇത് മോന്റേത് ഇന്റേത് ഇത്. ഫൈനലി ഇതാണ് നമ്മളെ അവസ്ഥ. ബൈറ്റിന്റെ കാലിങ്ങനെ വെക്കുക, കൈയ്യിങ്ങനെ വെക്കുക, കണ്ണും വീതി രണ്ടിന്റെ നിക്കുക. നിക്കണേ അതിനനുസരിച്ച് ഞാൻ നിക്കാൻ ശ്രമിക്കൂട്ടോ. അനീസിപ്പോ ജിമ്മിനൊക്കെ പോണോണ്ട് അത്ര നിക്കാൻ കഴിയാനുള്ള അറിയില്ല. നല്ല ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അടുത്ത ചൗക്കത്തെ ചന്ദ്രചൂട ശിവശങ്കര എനിക്ക് പറയാനുള്ളത് ഏത് കാര്യം പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്നുള്ളത് പറഞ്ഞാലേ എന്റെ ലെവൽ ബെസ്റ്റ് ചെയ്യും. അതിൽ അനീസിന് അത്ര ആവാതിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ വർക്കൗട്ട് ചെയ്യണെങ്കിൽ അനീസ് ഇവിടെ അതിന് ജിമ്മിന് പോകുന്ന ഒരാളാണ്. ജിമ്മിനോട് മുന്നേ അനീസ് ഗപ്പ് നേടിയതാണ്. ഗപ്പ് വേണ്ടത്. നിക്കേ ഓണാക്കി കഥകളി കണ്ണും പോണയാ നമ്മള് ഇന്ന 2 മിനിറ്റ് ഷുവറാ അതൊന്നും നിക്കണില്ല. അനിത് അടുത്ത ചലഞ്ച് പറയുന്നത് കട്ടിൽ പിടിക്കേ തൽക്കാലം നടിയാക്കണ്ട. 3 പോയാൽ നമുക്ക് ശരിയാക്കാം. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം.
ഞാൻ കുണ്ട ഭാഗത്തേ ഓ എന്താ വീട് നമ്മൾ ഏറ്റെടുക്കും, തോൽക്കാണെങ്കിലും ജയിക്കാണെങ്കിലും ഏറ്റെടുക്കും. ആ ആദ്യം താവേ ഞാൻ നോക്കിയതാ. മൂന്ന് തവണ ചെറിയ പറഞ്ഞ ഈ വീഡിയോയിലെ ആൾക്കാർ കാണും എന്റെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാത്തത്. ടൈമൊക്കെ ഷോപ്പറ്റി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തട്ടോ. അപ്പൊ അടുത്ത ആഴ്ച ഞങ്ങൾ എക്സിബിഷനുമായിട്ട് നല്ല രസമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാൻ പോണത്. അപ്പൊ അടുത്ത ആഴ്ച അത് പോസ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾ കാണും കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ.